നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. തിരുവാതിര ആരോഗ്യപരമായി പൊതുവെ അനുകൂലമായ ഒരു കാലമല്ല. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തുടക്കത്തിൽ തന്നെ ഔഷധ സേവ നടത്തി അത് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. തൊഴിൽപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഇവർക്ക് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തും മറ്റുള്ള കാര്യങ്ങളിലും സുഹൃത്ത് സഹായം എപ്പോഴും പ്രതീക്ഷിക്കാം. സ്വഭവനത്തിൽ ശാന്തത ഉണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ കൈവരിക്കുന്ന ഒരു കാലം കൂടിയാണ്. വാഹന വിൽപ്പന, വാഹനം വാങ്ങൽ, ഇത് രണ്ടും സാധിക്കുന്ന കാലമാണ്. വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. സുഹൃത്തുക്കൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാൻ ഇടയുള്ള കാലമാണ്. ദീർഘകാലമായി രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് കുറേ ആശ്വാസം ലഭിക്കും. രോഗം മൂലം തൊഴിലിൽ നിന്ന് വിട്ടു നിന്നിരുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും പറ്റുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ഇവർ ദോഷശമനത്തിനായിട്ട് ദേവീ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയാണ് നടത്തേണ്ടത്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്വഭവനത്തിൽ ലളിതാ സഹസ്രനാമം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ പാരായണം കഴിയുന്നതുവരെ ശ്രീ ലളിതാദേവിയെ മനസ്സിൽ തന്നെ സങ്കല്പിച്ച് ശ്രദ്ധ പതരാതെ ജപിക്കുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.